In the previous class, we have discussed about two programs. This program contains some instructions. That is, a program is a sequence of instructions. The instructions are formed using symbols and words according to some rigid rules known as syntax rules. Like any other language, C has its own vocabulary and grammar. In this section, we will discuss about the basic concepts of C language consisting of constants, variables and data types. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ നമുക്ക് സുപരിചിതമാണല്ലോ. ഈ ഭാഷകളിൽ എങ്ങനെ സംസാരിക്കാൻ പഠിച്ചുവെന്നും ആ ഭാഷകളിൽ എങ്ങനെ നാം ഒരു പാരഗ്രാഫോ ലേഖനമോ എഴുതാൻ പഠിച്ചു എന്നും നമുക്കറിയാമല്ലോ. അതിലുള്ള ഓരോ ഡോക്യുമെന്റും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊരു ലാംഗ്വേജിന്റെയും പഠനം ആരംഭിക്കുന്ന അതിന്റെ ക്യാരക്ടർ സെറ്റിൽ നിന്നാണ്. ഓരോ അക്ഷരങ്ങളും എഴുതി പഠിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അക്ഷരങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് വേർഡ്സ്. Combination of words will create valid sentences in the language. ഇനി സെന്റൻസുകളുടെ ഒരു കോമ്പിനേഷനാണ് പാരഗ്രാഫ്. പല പാരഗ്രാഫുകൾ ചേർന്ന് അവസാനം ഒരു ഡോക്യുമെന്റ് രൂപപ്പെടുന്നു. സി ലാംഗ്വേജിനെ സംബന്ധിച്ചും ഇത്തരം ഒരു ഹൈറാർക്കി വളരെ വാലിഡാണ്. സി പ്രോഗ്രാമിൽ പല സ്റ്റേറ്റ്മെന്റ്സുകളുണ്ട്. ഈ ഓരോ സ്റ്റേറ്റ്മെന്റും ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ്, symbols and expressions, and each category of these words can be created using valid characters in the C language. അപ്പോൾ ആദ്യം സി ലാംഗ്വേജ് പഠിക്കുന്നതിന് അതിലെ വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. The characters that are used to form words, numbers and expressions are placed under four categories: letters, digits, special characters and white space. ഇപ്പോൾ സിയിൽ ഉപയോഗിക്കാവുന്ന ക്യാരക്ടേഴ്സ്: ഇംഗ്ലീഷ് ആൽഫബറ്റ് A to Z, both lower case and upper case. Digits 0 to 9. Special characters: കുത്തു, കോമ, സെമിക്കോളൻ, less than, greater than, then different brackets. ഈ വരുന്ന എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അതിൽ ഉപയോഗിക്കാം. ഇനി പലതരത്തിലുള്ള വൈറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാവുന്ന സ്പേസ് ബാർ പ്രസ് ചെയ്യുക, ബ്ലാങ്ക് സ്പേസ്, ടാബ് പ്രസ് ചെയ്ത് ഹൊറിസോണ്ടൽ ടാബ് ക്രിയേറ്റ് ചെയ്യാം, പ്രസ് എൻ്റർ കീ ഫോർ ക്യാരേജ് റിട്ടേൺ, ന്യൂ ലൈൻ, ഫോം ഫീൽഡ്. ഇതെല്ലാമാണ് സിയിൽ ഉപയോഗിക്കുന്ന വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ദീസ് ആർ ദ ഫോർ കാറ്റഗറീസ്. ഈ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു നാച്ചുറൽ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ടോക്കൺസ് ആർ നത്തിങ് ബട്ട് ഇൻഡിവിജ്വൽ വേർഡ്സ് ആൻഡ് പങ്ക്ച്വേഷൻ മാർക്സ് ഇൻ എ പാസേജ് ഓഫ് ടെക്സ്റ്റ്. അപ്പൊ അതേപോലെ വേർഡിന്റെ ഒരു ലെവലിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ടോക്കൺസ് കൊണ്ട് സി ലാംഗ്വേജിൽ ഉദ്ദേശിക്കുന്നത്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റന്റ്, strings, special symbols, operators എന്നിവയാണവ. So they are the smallest individual units in the C language, that is C tokens. C programs are written using tokens and syntax of the language. ഈ 6 categories of C tokens അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. Keywords are words with a special meaning. ഓരോ വേർഡിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. That can be used only for that specified purpose. They are the basic building blocks for program statements. There are only 32 keywords in the C language. അവയെല്ലാം എഴുതിയിരിക്കുന്നത് ലോവർ കേസ് ലെറ്റേഴ്സിലാണ്. C99 ലാംഗ്വേജിൽ, that is a language released in the year 1999, C language with some more standards. അതിൽ we can use 5 more keywords: bold, complex,
ഇമാജിനറി, ഇൻലൈൻ, റിസ്ട്രിക്റ്റ് എന്നിവയാണ് അവ. അതിൽ ആദ്യത്തെ മൂന്നെണ്ണവും ഡാറ്റ ടൈപ്പുകളാണ്. അടുത്തത് ഈ ലാംഗ്വേജിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ട മറ്റൊരു ടേമാണ് ഐഡന്റിഫയേഴ്സ്. They are the user-defined names of variables, functions and arrays. In the previous program we have used two variables, A and B. They are defined by the user to store different types of values. അതുപോലെ ഏതൊരു പ്രോഗ്രാമിലും വേരിയബിൾസോ ഫങ്ഷൻസോ അറേസോ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതെല്ലാം യൂസർ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ പൊതുവെ ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം. ഇനി ഐഡന്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ചില റൂൾസ് ഉണ്ട്. Let us discuss these rules. When we create any variable, function or array, the first character must be a letter or underscore. മിക്ക കേസിലും അതൊരു ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ തന്നെ ആയിരിക്കും. That is A to Z. And this identifier consists of, that can be a combination of letters, digits or underscore. ഒന്നുകിൽ ലെറ്റർ ഉപയോഗിക്കാം, ലെറ്ററും ഡിജിറ്റിന്റെയും കോമ്പിനേഷൻ ആകാം, അണ്ടർസ്കോർ, ഇതെല്ലാം കൂടെ കൂടിയ അതാണ് ഐഡന്റിഫയർ. And up to 31 characters can be used to create an identifier. എന്നാൽ C99ൽ അത് 63 ക്യാരക്ടർ വരെ ആകാം. Only one restriction is there. We cannot use any keyword as identifier. Cയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടോക്കണാണ് കോൺസ്റ്റൻസ്. There are 4 types of constant: integer constant, real constant, character constant, string constant. Integer constant വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തേത് ഡെസിമൽ. ഇപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡെസിമൽ കോൺസ്റ്റന്റ് 0 to 9. Along with the decimal constant we can also use an optional sign plus or minus. Octal constant. In the case of octal constant we can use the numbers from 0 to 7. So but the restriction is that we should precede this octal number with 0, 043, 021. These are all octal numbers. 43 is an octal number, but when we use in C, it should proceed with 0. Another integer constant is hexadecimal. As you know, hexadecimal numbers are from 0 to 9, and after that A, B, C, D, E and F. So we can use this hexadecimal, but it should proceed with the 0x. When we use English letters in hexadecimal, that can be either lowercase or uppercase. The next is real constant. That is numbers containing fractional part. 5.6, 5.0.29, 0.99. ഇതിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് റിയൽ കോൺസ്റ്റന്റ് സിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്നതാണ്. 3.4e4 minus 2.6e minus 5. Exponent part can be either positive or negative, but it cannot be but it should be an integer. It cannot be a floating point value. Another constant is character constant. ഒരു സിംഗിൾ ക്യാരക്ടറിനെ സിംഗിൾ കോട്ട്സിനുള്ളിൽ ഇട്ട് കഴിയുമ്പോൾ അത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. D within single quotes, 5 within double quotes, within single quote, A within single quote, ampersand within single quote. That means special character, integer or letter, anything can be enclosed within single quotes. Then it is a character constant. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ each character constant has its own ASCII value. So arithmetic operation is possible. For example, A, small letter A within single quote, its ASCII value will be 97. Next constant is string constant. String constant പ്രത്യേകത character constant ഉപയോഗിക്കുന്ന പോലത്തെ അതേ characters തന്നെയാണ്, but it is enclosed in double quotes. Good morning. So it contains letters and space also. Then
Next, notice the next string. It contains letter and a special character. 451 within double quotes. It contains only integers. So any combination of characters are possible, but it should be enclosed in double quotes. When we compare single character and a string, as a character constant and a string constant, for example, let us compare these constants. Consider x within single quote and x within double quotes. X within single character quotes is a character constant, whereas x within double quotes is a string constant. They are different. In the case of character constant, x, it has a unique ASCII value. But x within double quotes, it does not have an equivalent ASCII value. Next, we will go to another thing is escape sequence. This escape sequence used in output functions. Each one represent one character. ഓരോ ആസ്കി ക്യാരക്ടറിൻ്റെ അകത്ത് രണ്ട് സിമ്പിള്, ഒരു സിമ്പിൾ ഒരു ലെറ്റർ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ ക്യാരക്ടർ, വൺ ക്യാരക്ടർ. ഈ എസ്കേപ്പ് സീക്വൻസ് ഔട്ട്പുട്ട് ഫംഗ്ഷനിലാണ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ടിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിക്കുന്നത്. /A that is for an alert, /B bell sound, then /F നേരത്തെ പറഞ്ഞ ഫോം ഫീഡ് ക്രിയേറ്റ് ചെയ്യാൻ, /N that is for new line character, then /R for carriage return, /T to create tab, then /V for vertical tab, then /single quote that is used to display single quote, the next is used to display double quote, then question mark to display question mark and to display backslash, then null character, then /B is used for backspace. So these are the escape sequences used in C. സിയിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പലതരം ഡേറ്റ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ ഡേറ്റയും ഏത് തരത്തിലുള്ളതാണ്, അത് ഏത് തരം വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ സിയിൽ അതിൻ്റേതായ സംവിധാനമുണ്ട്. പ്രധാനമായിട്ടും സിയിൽ 4 തരം ഡാറ്റ ടൈപ്പുകളാണുള്ളത്: ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് ഡബിൾ. ഇതിനോടൊപ്പം ഉപയോഗിക്കാവുന്ന ടൈപ്പ് ക്വാളിഫയേഴ്സ് എന്നൊരു കാറ്റഗറിയുമുണ്ട്: ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. ദർ ആർ ഡിഫറെന്റ്. ഈ ഡാറ്റ ടൈപ്പുകളെ പ്രൈമറി ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നിങ്ങനെ തിരിക്കാം. അതിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രൈമറി ഡാറ്റ ടൈപ്പാണ്. ഇവിടെ ഒരു ടേബിളിൽ ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും സൈസും റേഞ്ചും കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ ബേസ്ഡ് ഓൺ എ 16-bit മെഷീൻ. ഇതിന് പകരം 32-bit മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡാറ്റ ടൈപ്പിൻ്റെ സൈസും റേഞ്ചും വ്യത്യാസമുണ്ടാവും. Just now we have mentioned that there are 4 types of data types. അതിൻ്റെ സൈസും റേഞ്ചും എത്രയൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഒരു പ്രോഗ്രാമിൽ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റയാണ് കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ CHAR എന്ന കീവേഡ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യണം. CHAR ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ ടൈപ്പ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. അല്ലെങ്കിൽ സൈൻഡ് ക്യാരക്ടർ, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8-bit ആണ്. അതായത് ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ 1 byte സ്പേസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് ക്യാരക്ടർ കോൺസ്റ്റന്റ് ഹാസ് എ യുണിക് ആസ്കി വാല്യൂ. അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, അതിൻ്റെ റേഞ്ചാണ് -128 മുതൽ 127 വരെ. ഇനി അൺസൈൻഡ് ക്യാരക്ടർ എന്നൊരു ക്വാളിഫയർ കൂടെ അതിൻ്റെ അടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബിറ്റ് പൊസിഷൻ സൈൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ അല്ലെങ്കിൽ സൈൻഡ് ക്യാരക്ടറിൽ ഉപയോഗിച്ചത്. ആ ഒരു പൊസിഷൻ കൂടി
മാഗ്നിറ്റ്യൂഡിന് വേണ്ടി ഉപയോഗിക്കാം അൺസൈൻഡ് ക്യാരക്ടർ. അതുകൊണ്ട് സൈൻഡ് ക്യാരക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ചെയ്യും. അപ്പോൾ അതായത് 0 to 255 വരെയുള്ള റേഞ്ചിൽ അതിനെ സ്റ്റോർ ചെയ്യാം. ആസ്കി വാല്യൂ ആണത് ആ റേഞ്ച് സ്പെസിഫൈ ചെയ്യുന്നത്. അടുത്തത് ന്യൂമറിക് കോൺസ്റ്റന്റ്, അതിൽപ്പെടുന്നതാണ് ഇൻഡിജർ. ഇൻഡിജർ ടൈപ്പ് ഡാറ്റ സ്പെസിഫൈ ചെയ്യാനാണ് INT എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. or it can also be specified as signed int. 16-bit size is reserved for integer type data. So its range starts from minus 32,768 to 32,767. അപ്പോൾ അതിന് ഒരു ബിറ്റ് പൊസിഷൻ സൈനിന് വേണ്ടി നീക്കി വെച്ചു. അതുകൂടി മാഗ്നിറ്റ്യൂഡിന് എടുത്തു കഴിഞ്ഞാൽ അത് അൺസൈൻഡ് ഇൻറ്റ് ആകും. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഡബിൾ ചെയ്യും. 32,000 എന്നുള്ളത് 65 മാറി. 0 to 65,535 വരെ. അടുത്തൊരു ഡാറ്റ ടൈപ്പ് ക്വാളിഫയർ ആണ് ഷോർട്ട്. അപ്പോൾ ഇൻഡിജറിന്റെ റിസർവ് ചെയ്ത സ്പേസ് 16 ബിറ്റ് ആണ്. അതിന്റെ പകുതി സ്പേസ് ആണ് ആവശ്യമെങ്കിൽ അതിനാണ് ഷോർട്ട് ഇൻഡിജർ അല്ലെങ്കിൽ സൈൻഡ് ഷോർട്ട് ഇൻഡിജർ ഉപയോഗിക്കുന്നത്. 8 ബിറ്റ് ആണ് അതിന് കൊടുത്തിരിക്കുന്ന സ്പേസ്. ഇറ്റ്സ് റേഞ്ച് ഈസ് -128 to 127. അതിന്റെ ആ സൈൻ ബിറ്റ് പൊസിഷൻ കൂടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ unsigned short integer and its range is from 0 to 255. മറ്റൊരു ടൈപ്പ് ക്വാളിഫയർ ആണ് ലോങ് ഇന്റ്. ഒരു ഇൻഡിജറിന് 16 ബിറ്റ് അസൈൻ ചെയ്തപ്പോൾ ലോങ് ഇൻഡിജറിന് അതിന്റെ ഇരട്ടി സ്പേസ് അസൈൻ ചെയ്യും. 32 ബിറ്റ് ഈസ് റിസർവ്ഡ് ഫോർ ലോങ് ഇൻഡിജർ. അതിന്റെ റേഞ്ച് നോക്കുക, വളരെ ഒരു വലിയ റേഞ്ചാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. More than 2 crore. Then unsigned long int. കുറച്ചുകൂടി റേഞ്ച് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. 1 more bit position can be used to specify magnitude. ഇവിടെ കുറച്ച് ഡാറ്റ ടൈപ്പ് ക്വാളിഫയേഴ്സ് ഉപയോഗിച്ചിരുന്നു. ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. അത് മാത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് സൈൻഡ് ഇൻറ്റ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം വെറുതെ സൈൻഡ് എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് ആൻ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ. അതുകൊണ്ടാണ് ഇൻറ്റ് ഓർ സൈൻഡ് ഇൻറ്റ് എന്ന് എഴുതിയേക്കുന്നത്. അതുപോലെ ഷോർട്ട് ഇൻറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഷോർട്ട് എന്ന് മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു ദാറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. ദെൻ അതുപോലെ ഫ്ലോട്ട്. ദ നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ഈസ് ഫ്ലോട്ട്. ഫ്ലോട്ടിന് ഇൻഡിജറിന്റെ ഇരട്ടി സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്, 32 ബിറ്റ്. ബട്ട് എമംഗ് ദീസ് 32 ബിറ്റ്സ് 6 ബിറ്റ്സ് ആർ ഫോർ പ്രിസിഷൻ. റേഞ്ച് ഇസ് ഫ്രം 3.4 e exponential form -38 to 3.4 e plus 38. Then double. ഫ്ലോട്ടിനുള്ള അതേ പൊസിഷൻ, അതേ ടൈപ്പ് ഡാറ്റയാണ്. ബട്ട് we can utilize up to 64 bits. Range is from 1.7 e minus 308 to 1.7 e plus 308. Then if you want to further increase the storage capacity and if you want to specify the integer with more precision, use long double. 80 bits are used. Its range from 3.4 e minus 4932 to 1.1 e power 4932. ഇത്ര വരെ സ്പെസിഫൈ ചെയ്യാം. ഇത് കൂടാതെ C99 എന്ന ലാംഗ്വേജിൽ ലോങ് ഇൻറ്റ്, അൺസൈൻഡ് ലോങ് ഇൻറ്റ് എന്നിങ്ങനെ 2 ഡാറ്റ ടൈപ്പുകളുണ്ട്. അതിന്റെ കപ്പാസിറ്റി 64 ബിറ്റ്സ് ആണ്. ഇനി ഡബിൾ uses 64 bits. Of these 14 bits are for precision. Then the last one is void. നേരത്തെ എഴുതിയ പ്രോഗ്രാമിലൊക്കെ void main എന്ന് കണ്ടിട്ടുണ്ടാവും. Void denotes that it does not return any value. Main എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ it does not return any value to the operating system. Variables.
ഡേറ്റ ടൈപ്സ്. ഇവ രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടേമുകളാണ്, ഏതാണ്ട് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടവയും. വേരിയബിൾസ് ആർ ഡാറ്റ ഐഡന്റിഫയേഴ്സ്. Variable is a name to store data value. This value may change during the execution of the program. അപ്പോൾ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഐഡന്റിഫയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ റൂൾസ് എന്താണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ബിഫോർ യൂസിങ് ഈച്ച് വേരിയബിൾ ഇൻ എ പ്രോഗ്രാം ഇറ്റ് ഷുഡ് ബി ഡിക്ലയർഡ്. കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ നാം അത് കണ്ടു കഴിഞ്ഞതാണ്. ഒരു പ്രോഗ്രാമിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്, വേരിയബിൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്യണം. മിക്കവാറും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രോഗ്രാമിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗത്തായിരിക്കും. ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏത് പർപ്പസിന് വേണ്ടിയാണോ അത് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പേരാണ് വേരിയബിൾ നെയിമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ ആ സം സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ എന്ന് പറയുന്നത്, അതിനുള്ള ആ സം എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കാം. n1, n2. We suppose that these are variables used to store numbers. Then date of birth. Suppose you want to store the date of birth of a person. അപ്പോൾ അങ്ങനെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വേരിയബിൾ നെയിംസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് പിന്നീട് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാനോ ഈ വേരിയബിൾ നെയിംസ് ഇങ്ങനെ കൊടുക്കുന്നത് പ്രയോജനകരമായിരിക്കും. അതുപോലെ ഏത് തരത്തിലുള്ള ഡേറ്റയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള കീവേഡ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് ആയിരിക്കണം ഈ വേരിയബിളിനോട് കൂടെ ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ്, സം. ദാറ്റ് മീൻസ് വി ആർ എക്സ്പെക്ടിങ് ഓൺലി ഇൻറ്റിജർ നമ്പേഴ്സ് ഇൻ ദ വേരിയബിൾ സം. രണ്ടാമത്തത് ഫ്ലോട്ട് a equal to 5.61253 and a semicolon is there. In C, each statement ends with the semicolon. This is just like a full stop in a natural language. അപ്പോൾ a എന്ന് പറയുന്ന വേരിയബിളിൽ we are expecting only floating point value. അപ്പോൾ ഏത് തരത്തിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണം അതിനനുസരിച്ചുള്ള ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞതാണ്, ഡാറ്റ ടൈപ്പിൽ തന്നെ പല സൈസും റേഞ്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ തന്നെ ഷോർട്ട് ഇൻറ്റിജർ, ഇൻറ്റിജർ, ലോങ് ഇൻറ്റിജർ, അൺസൈൻഡ് ഇൻറ്റിജർ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് റേഞ്ചിലുള്ള വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് ആ തരത്തിലുള്ള ക്വാളിഫയേഴ്സും അതിൻ്റെ കൂടെ ചേർക്കണം. ഇനി നാം മുമ്പ് ഡിസ്കസ് ചെയ്ത ചില കോൺസ്റ്റൻസുകൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. ക്യാരക്ടർ CHARC ഈക്വൽസ് P വിത്തിൻ സിംഗിൾ കോഡ്. സിംഗിൾ കോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അർത്ഥം ദാറ്റ് ഈസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. സോ ക്യാരക്ടർ കോൺസ്റ്റന്റ് P ഈസ് അസൈൻ ടു ക്യാരക്ടർ വേരിയബിൾ C. അടുത്തത് ഡിഫൈൻ. ഡിഫൈൻ ഈസ് എ പ്രീപ്രോസസർ ഡയറക്ടറി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ സിംബോളിക് കോൺസ്റ്റന്റ്. സാധാരണ നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് പൈ. ദിറ്റ്സ് വാല്യൂ ഇസ് 3.14. സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് ഏരിയ ഓഫ് സർക്കിൾ, വോളിയം ഓഫ് എ സ്പിയർ, ഇതെല്ലാം പൈ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് ഒരിടത്ത് ഡിഫൈൻ ചെയ്യുന്നതാണ് നല്ലത്. ഇറ്റ്സ് എ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. സോ #define PI 3.14. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രീപ്രോസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ കൂടെ സെമിക്കോളൻ ഇല്ല. ഇറ്റ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ മെയിൻ ഫംഗ്ഷൻ. അടുത്ത ഒരു ആൾട്ടർനേറ്റീവാണ്, കോൺസ്റ്റന്റ് തന്നെ സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ആൾട്ടർനേറ്റീവാണ് CONST INT class strength equal 35. We suppose that the strength of the class will not increase in 3 years, that is from first year to third year. So we want to make it as a constant value. ഇവിടെ രണ്ട് കീവേഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, CONST ആൻഡ് INT. ഈ കീവേഡ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. അതിന് അതിൻ്റെതായ പർപ്പസ് ഉണ്ട്, അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ആൻഡ് ദീസ് കീവേഡ്സ് cannot be used as variables
അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ the value of the variable, the value of this class strength cannot be changed during the execution of the program. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ആൻസി സ്റ്റാൻഡേർഡ്. ആൻസി സ്റ്റാൻഡേർഡിൽ തന്നെ ഉള്ള മറ്റൊരു കീവേഡാണ് വോളറ്റൈൽ. വോളറ്റൈൽ ഇൻറ്റ് ഡേറ്റ്. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ may be changed at any time by some external sources. സാധാരണഗതിയിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് വഴിയാണ് ഒരു വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ വോളറ്റൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനി അതർ എക്സ്റ്റേണൽ സോഴ്സ് ക്യാൻ ഓൾസോ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ. ഫോർ എക്സാമ്പിൾ ഡേറ്റ് എന്ന് പറയുന്നത് മിക്കപ്പോഴും സിസ്റ്റം ഡേറ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പ്രോഗ്രാമിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് മാറ്റിയില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകും. വോളറ്റൈൽ ഇൻറ്റ്. ഇനി നോക്കാം, അടുത്ത സ്റ്റേറ്റ്മെന്റ് വോളറ്റൈലും കോൺസ്റ്റന്റും ഒന്നിച്ച് എഴുതിയിരിക്കുകയാണ്. വോളറ്റൈൽ കോൺസ്റ്റന്റ് ഇൻറ്റ് ഡേറ്റ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് അതിൻ്റെ അകത്തെ അവസാനത്തെ ഭാഗം ആദ്യം എടുക്കാം. കോൺസ്റ്റന്റ് ഇൻറ്റ് ഡേറ്റ്. കോൺസ്റ്റന്റ് ഇൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് ഡേറ്റ് വിതിൻ ദ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിന്റെ ഉള്ളിൽ അതിനെ മാറ്റം വരുത്താൻ സാധിക്കില്ല. വോളറ്റൈൽ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് this value may be changed by external sources. പുറമേ നിന്ന് അത് ചേഞ്ച് ചെയ്യാം, പക്ഷെ ഉള്ളിൽ നിന്ന് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. C is a free form language. അത് ഏത് രീതിയിലും സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതാനുള്ള ഫ്ലെക്സിബിലിറ്റി അതിനകത്തുണ്ട്. See the next statements. n1 equals 10, n2 equals 5. Two statements are placed in a single line. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സം ഈസ് യൂസ്ഡ് ഫോർ ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ് n1 ആൻഡ് n2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് സം സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. കൺസിഡർ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് n1 ഈക്വൽസ് a. ഒറ്റ നോട്ടത്തിൽ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ കെയർഫുള്ളി മാച്ച് ദ ഡാറ്റ ടൈപ്പ് ഓഫ് n1 ആൻഡ് a. Type of n1 is integer and that of a is float. We are trying to assign a floating point value into an integer variable. So the value contained in a is 5.61253. It will not be assigned to n1. Only truncated value will be assigned to n1, that is 5. The next is a multiple assignment statement. 0 is assigned to sum n1 and n2. അടുത്തത് ഒരു പുതിയ ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഫംഗ്ഷൻ, scanf. If you want to use this scanf function, we have to include stdio.h header file in the program. സാധാരണ കഴിഞ്ഞ പ്രോഗ്രാമിൽ printf ഉപയോഗിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു. So stdio.h is a header file used to perform input-output operation. So that means that header file contains many functions to support I/O operations. Here a scanf function followed by some string that is enclosed in double quotes. This is known as control string followed by list of parameters. This control string is used to specify the format of data being received. The scanf is an input function. So n1 and a are the two variables. We can accept data from keyboard. That first value will be stored into a memory location with the name n1. Ampersand is operator used. That is an address operator. n1 എന്നത് ഏത് ലൊക്കേഷൻ സൂചിപ്പിക്കുന്നു അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംപർസൻഡ് അഡ്രസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. Conversion string, control string contains %d and %f. %d, that means a formatting string. We are expecting an integer value corresponding to the first variable n1. Like that, %f, we are expecting a floating point value corresponding to the second parameter a. The next is a printf statement. n1 equals %d, n1. n1 equals
will be displayed as it is. Percentage is again a formatting character corresponding to the variable n1. That means we want to display an integer value contained in n1. The next is printf n2 equals %d slash t a equals 0.3f slash n n2 comma a. Here n2 equals will be displayed, followed by the content of variable n2. n2 is an integer type value corresponding to %d. നേരത്തെ ഡിസ്കസ് ചെയ്ത എസ്കേപ്പ് സീക്വൻസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ് /t. ദാറ്റ് ഈസ് ടു ക്രിയേറ്റ് എ വെർട്ടിക്കൽ ടാബ് സ്പേസ്. അത്രയും ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടാണ് a ഈക്വൽ ടു ഡിസ്പ്ലേ ചെയ്യുക. അതിനുശേഷം ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ a അവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. Let us write a program by using the features that we have discussed so far. A program for temperature conversion. The temperature in Fahrenheit to a temperature in Celsius. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാനുള്ള ഫോർമുലയാണ് C equal to F minus 32 by 1.8. ഇവിടെ ഫാരൻഹീറ്റിലുള്ള ഒരു ടെമ്പറേച്ചറിനെ സെൽഷ്യസിലാക്കണമെങ്കിൽ ആക്കി അതിനുശേഷം റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളൊരു 3 സ്റ്റെപ്പിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ആദ്യമായിട്ട് എഫിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ സെൽഷ്യസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എഫിന് വാല്യൂ കിട്ടണമെങ്കിൽ അത് ഇൻപുട്ടായിട്ട് കൊടുക്കണം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻപുട്ട് എ വാല്യൂ ഇൻ ടു ദ വേരിയബിൾ എഫ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പെർഫോം ദ കൺവേർഷൻ by using the formula C equal to F minus 32 by 1.8. അപ്പോൾ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് വഴി കൺവേർഷൻ നടത്തുക. അതിനുശേഷം റിസൾട്ട് സിയിൽ സ്റ്റോർ ചെയ്യും. The third step is display the result on the screen. Result is available in the variable C. So the third step, we will display the content of variable C on the screen. ഇത്രയും ചെയ്ത് കഴിയുമ്പം ഫാരൻഹീറ്റിലുള്ള ഒരു വാല്യൂവിനെ സെൽഷ്യസിലേക്ക് മാറ്റി അതിൻ്റെ ആൻസർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. സോ ലെറ്റ് us go through this programs സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തേത് കുറച്ച് ആ പ്രോഗ്രാം സ്ട്രക്ചർ അനുസരിച്ച് കുറച്ച് പ്രീ പ്രോസസ്സർ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലിങ്കിങ് സെക്ഷനാണ്. #include stdio.h. This is required to use input-output functions in the program. #include conio.h. This is required. We have used a clear screen function. This is in order to use that function we require #include conio.h. Now we will go to the first function in the program, void main, and within the main function we will write the statements to perform the task. So this program consists of a sequence of statements. That means a different instruction. So this program is nothing but group of instruction. As we have already discussed, we have to declare all the variables before it is used in the function. Float C, F. So these are the two floating point variables required in this program. C for storing Celsius value after conversion, and F is used to accept the input value in Fahrenheit. Then clear screen. Before display the output, clear the output screen. The next printf statement begins with a /n character. This is another escape sequence. So in order to start the message in a new line, enter temperature in Fahrenheit. This is a prompt to the user to enter a temperature in Fahrenheit. The next is an input statement to accept a value from the keyboard. Scanf %f, ampersand f. F is a variable, but within the
control string, there is one more F, that is a formatting string corresponding to floating point value. We want to view a floating point value as input. That is the first step, accept a value from the keyboard. Second step is perform the conversion. For this we will write an expression C equal to F minus 32 divided by 1.8. After this statement we will get the result in C. The third step is, now the result is available in C, display this value on the screen. That is by using the statement printf temperature in Celsius will be displayed. Then followed by %F. %F correspond to the variable C. C contains the result, so that is a floating point variable, so we need %F. So after successful completion, successful execution, we will get the result on the screen and it will be displayed till the user presses any key. By using, for that we have used the function getCH, that is an input function to accept any keystroke.